ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ നടൻ ജയറാമും സാക്ഷിയാകും. SIT ജയറാമിനെ ചോദ്യം ചെയ്തിരുന്നു. ജയറാമിന്റെ ചെന്നൈയിലെ വീട്ടിൽ വെച്ചാണ് ചോദ്യം ചെയ്യൽ. പോറ്റി നിരവധി തവണ വീട്ടിൽ വന്നിട്ടുണ്ടെന്നും ജയറാം മൊഴി നൽകി. ദ്വാരപാലക ശില്പങ്ങൾ പോറ്റി കൊണ്ടുവന്ന് വീട്ടിൽ പൂജിച്ചുവെന്നും ജയറാം സമ്മതിച്ചു. പ്രജിത് മോഹനുണ്ട് വിവരങ്ങൾ നൽകാൻ. പ്രജിത്ത്, നേരത്തെ തന്നെ ഈ ചിത്രങ്ങൾ, അതായത് ഈ ദ്വാരപാലക ശില്പങ്ങളും കട്ടിളപ്പാളിയും ഒക്കെ പോയതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പുറത്തേക്ക് വന്ന് ഏതാണ്ട് ഒരാഴ്ച കഴിയുമ്പോൾ ജയറാമിന്റെ വീട്ടിൽ ഇത് പൂജയ്ക്ക് വെച്ചിരിക്കുന്നതിന്റെ ചിത്രങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നതാണ്. ഇപ്പോൾ SIT ചോദ്യം ചെയ്തിരിക്കുന്നു. ജയറാം ഇക്കാര്യം മൊഴിയായി സമ്മതിച്ചിരിക്കുന്നുവെന്ന് വേണ്ടേ മനസ്സിലാക്കാം. അങ്ങനെ തന്നെയാണ്. വളരെ നിർണായകമായിട്ടുള്ള ഒരു നീക്കമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് SIT നടത്തിയിരിക്കുന്നത് എന്ന് പറയാം. കാരണം നേരത്തെ ഈ ശബരിമല സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് അത് ആദ്യഘട്ടത്തിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട വിവാദമാണ്. ജയറാമിൻ്റെ വീട്ടിൽ വെച്ച് ഈ ദ്വാരപാലക ശില്പത്തിൻ്റെ പാളികളടക്കം പൂജിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വരുന്ന സാഹചര്യം ഉണ്ടായത്. ആദ്യഘട്ടത്തിൽ വീട്ടിൽ വെച്ചിട്ട് പൂജ നടത്തിയിട്ടില്ല, വീട്ടിൽ അല്പനേരം വെച്ചു എന്നൊക്കെയായിരുന്നു ജയറാമിൻ്റെ ഒരു വാദം. പക്ഷേ ഇപ്പോൾ SITക്ക് കൊടുത്തിരിക്കുന്ന മൊഴിയിൽ തൻ്റെ വീട്ടിൽ ഈ ദ്വാരപാലക ശില്പപാളികൾ കൊണ്ടുവന്നിട്ടുണ്ട്, അതിനുശേഷം അവിടെ വെച്ച് പൂജ നടത്തി. അതോടൊപ്പം തന്നെ ഇതിൻ്റെ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ അമ്പത്തൂരിലെ ഫാക്ടറിയിൽ ഇതിൻ്റെ നിർമ്മാണം കഴിഞ്ഞുള്ള പൂജയിൽ താൻ പങ്കെടുത്തിരുന്നു. പിന്നാലെ കോട്ടയം അടക്കമുള്ള സ്ഥലങ്ങളിൽ ക്ഷേത്രങ്ങളിൽ എത്തിച്ചപ്പോഴും അവിടെയും താൻ പൂജയിൽ പങ്കെടുത്തിരുന്നു എന്നുള്ള കാര്യവും ഇപ്പോൾ ജയറാം SITക്ക് മുന്നിൽ മൊഴി നൽകിയിട്ടുണ്ട്. പോറ്റിയ വിശ്വാസമായിരുന്നു, ശബരിമലയിൽ വെച്ച് തുടങ്ങിയിട്ടുള്ള പരിചയമാണ്. പിന്നീട് പോറ്റി നിരവധി തവണ പൂജകൾക്കായി മറ്റും തൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യവും ജയറാം സമ്മതിക്കുന്നുണ്ട്. ഒപ്പം പോറ്റിയുടെ ഏതെങ്കിലും രീതിയിലുള്ള സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് തനിക്കറിയില്ല എന്നുള്ളതുമാണ് അന്വേഷണ സംഘത്തോട് ജയറാം വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം, ഇത് രണ്ടാമത്തെ തവണയാണ് ജയറാമിനെ ചോദ്യം ചെയ്യുന്നത് എന്നുള്ളതാണ്. പോറ്റിയുമായുള്ള ജയറാമിൻ്റെ അടുത്ത ബന്ധം ഇക്കാര്യത്തിൽ തെളിഞ്ഞു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഈ സ്വർണ്ണപ്പാളികൾ ശബരിമല സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകുന്ന സമയത്ത് പലയിടങ്ങളിൽ ഈ രീതിയിൽ പ്രദർശനത്തിന് വെച്ച് പോറ്റി സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയിട്ടുണ്ടാകാം എന്നുള്ള കണ്ടെത്തലും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അത്തരം കാര്യങ്ങളിൽ കൂടി പരിശോധന നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് പോറ്റിയുടെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് ജയറാമിനോട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പോറ്റിയും ജയറാമും തമ്മിൽ ഏതെങ്കിലും രീതിയിലുള്ള സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടോ എന്നുള്ളത് അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ടാവാം. അങ്ങനെയുള്ള പരിശോധനകൾക്കൊടുവിൽ ഏതെങ്കിലും രീതിയിലുള്ള സാമ്പത്തിക ഇടപാടുകൾ, പ്രത്യേകിച്ച് ഈ സ്വർണ്ണപ്പാളികൾ കവർച്ച ചെയ്ത സമയത്ത് ഉണ്ടായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ ഏതെങ്കിലും ഉണ്ടായെങ്കിൽ ഇപ്പോൾ അന്വേഷണ സംഘം ജയറാമിന് നൽകുന്ന പരിഗണനയും രീതികളും ഒന്നും ഒക്കെ മാറുമെന്നുള്ളതിൽ തർക്കമില്ല. പക്ഷേ നിലവിൽ സാക്ഷിയായി എന്ന രീതിയിലാണ് ജയറാമിനെ ഈ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം പരിഗണിക്കുന്നത് എന്നുള്ളതാണ്. ഗൗതം. ഓക്കെ, പ്രജിത്താണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ വളരെ സുപ്രധാനമായൊരു നീക്കം SITയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നു. നടൻ ജയറാമിനെ ചോദ്യം ചെയ്തിരിക്കുന്നു. ചെന്നൈയിൽ ജയറാമിന്റെ വസതിയിൽ വെച്ചായിരുന്നു ചോദ്യം ചെയ്യൽ.